ഇന്നൊരു ഹെൽത്തി മഷ്റൂം ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഞാൻ എങ്ങനെ മഷ്റൂം ഉണ്ടാക്കാമെന്ന്. ഓക്കെ, സോ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കുറച്ച് മഷ്റൂം ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ടേക്ക് വെറുതെ എടുത്തിടാം. സിമ്മിലായിരിക്കണം കേട്ടോ. ലൈറ്റ് കുറവാണ്, സോ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അതിൻ്റെ മഷ്റൂം ഞാൻ വെറുതെ ഇട്ടു. സിമ്മിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിടണം. ഉപ്പ് ഞാൻ ഇടുന്നത് നമ്മുടെ സാധാരണ ഉപ്പല്ല, റോക്ക് സോൾട്ടാണ്, അതായത് നമ്മുടെ ഇന്ദുപ്പാണ്. അതിന് മുമ്പ് തന്നെ നമ്മുടെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാൻ എപ്പോഴും കുറച്ച് അധികം തന്നെ മഞ്ഞൾപ്പൊടി ഇടും. ഞാനൊരു മഞ്ഞൾപ്പൊടി പ്രാന്തിയാണ്. ഉണ്ടോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. കൂണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ വെള്ളമാണല്ലോ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ ഇനി കുറച്ച് റോക്ക് സോൾട്ട് ഇടാം. അപ്പോൾ നിങ്ങളും മാക്സിമം ഇന്ദുപ്പ് ഇടാനായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മുടെ സാധാരണ ഉപ്പിനേക്കാളും എന്തുകൊണ്ടും ബെസ്റ്റ് ഇന്ദുപ്പാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ നമ്മുടെ മലയാളികളുടെ വയറിൻ്റെ വലിയൊരു കാരണം നമ്മുടെ സോഡിയമാണ്, ഉപ്പ്. അപ്പോൾ അത് നമുക്കൊരു പരിധി വരെ ഈ ഇന്ദുപ്പ് കൊണ്ട് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, പക്ഷേ കണ്ടോ നിങ്ങൾക്ക് അറിയാമല്ലോ മഷ്റൂമിൽ വെള്ളം ആണ് ധാരാളം എന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ എവറസ്റ്റിൻ്റെ കിച്ചൺ മസാല എന്ന് പറഞ്ഞൊരു മസാലയുണ്ട്. അതൊന്ന് ഇത്തിരി ആഡ് ചെയ്യാണ് കേട്ടോ. ഇത്രയും ജസ്റ്റ് വേറെ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് ഇതൊന്ന് ആഡ് ചെയ്യാണ്. എന്നിട്ട് ഇതിനങ്ങോട്ടേക്ക് വേവിക്കുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമുക്ക് വേവായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ എണ്ണ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷേ നല്ല ടേസ്റ്റിയാണിത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചൈനീസ് ക്യാബേജ് ഉണ്ട്, അത് ഇടാൻ പോവാണ്. ഇത്രയും ചൈനീസ് ക്യാബേജ് ഞാൻ ഇട്ടിട്ടുണ്ട്. വലിയ ഭംഗിയിലൊന്നുമല്ല കേട്ടോ ഞാൻ അരിഞ്ഞിരിക്കുന്നത്. എനിക്ക് കുറച്ചിങ്ങനെ വലിയ കഷ്ണമായിട്ട് കിടക്കുന്നത് ഇഷ്ടമാണ് കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഫുള്ളായിട്ടൊന്ന് ഇളക്കുക. ഉണ്ടോ ഇതൊന്ന് ചെറുതായി നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ക്യാബേജൊക്കെ പോലെ തന്നെ ഇത്. അപ്പോൾ ജസ്റ്റ് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ കണ്ടോ ഇത് ക്യാബേജൊക്കെ നന്നായിട്ട് താഴേക്കായി. അപ്പോൾ ഈ സംഭവം റെഡിയായി. ഇനിയിപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിക്കാം. കണ്ടോ എണ്ണയൊന്നും ഞാൻ ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ ഇതൊരു അത്യാവശ്യം ഫുൾ മീലാണ്, ബട്ട് സ്റ്റിൽ നല്ല ഹെൽത്തിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ കിച്ചൺ മസാല ഒന്നും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് നല്ലൊരു ഡിന്നർ ഓപ്ഷനാണ്. സോ ബൈ.